എലിമിനേറ്റർ മത്സരം രാജസ്ഥാൻ ജയിച്ചെങ്കിലും രാജസ്ഥാൻ്റെ തലവേദനയായി ഈ 5 കാര്യങ്ങൾ തുടരുന്നു. അടുത്ത മത്സരം അതായത് ക്വാളിഫയർ 2 നാളെ ചെന്നൈയിലാണ്. എതിരാളികൾ ഹെഡിൻ്റെയും അഭിഷേകിൻ്റെയും ക്ലാസൻ്റെയും സൺറൈസേഴ്സ്. ഈ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ് ആ 5 കാര്യങ്ങളെന്ന്. നമ്പർ 1, ഓപ്പണിങ്ങിൽ ക്ലച്ച് പിടിക്കുന്നില്ല. തൻ്റെ രണ്ടാമത്തെ മാത്രം മത്സരം കളിക്കുന്ന ഒരു താരം സമ്മർദ്ദം നിറഞ്ഞ മത്സരം, അതും റൺ സ്കോർ ചെയ്യേണ്ട നിർണായക റോൾ കളിക്കുക എന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. ബട്ട്ലറിന് പകരം ബട്ട്ലർ മാത്രമേ ഉള്ളൂ. എങ്കിലും കാഡ്മോർ കുറച്ചുകൂടി സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിയാൽ മാത്രമേ SRHനെ വെല്ലുവിളിക്കാൻ പാകത്തിൽ രാജസ്ഥാനിൽ നിന്ന് ബാറ്റിംഗ് മാറൂ. നമ്പർ 2, യുവേന്ദ്ര ചഹലിൻ്റെ പ്രകടനമാണ്. ചഹലിൻ്റെ ഇന്നലത്തെ ആദ്യ ഓവർ കണ്ടവർ മനസ്സിൽ കരുതി കാണും RCBയെ ചഹൽ ഒറ്റയ്ക്ക് ഒതുക്കുമെന്ന്. വെറും 2 റൺസ് വഴങ്ങി RCBയുടെ നട്ടലായ കോഹ്ലിയുടെ വിക്കറ്റ്. പക്ഷേ പിന്നീടെറിഞ്ഞ 3 ഓവറിൽ വഴങ്ങിയത് 41 റൺസ്. അല്പം കൂടി ശ്രദ്ധ ബോളിങ്ങിൽ നൽകിയിരുന്നെങ്കിൽ അത് ടീമിന് മൊത്തത്തിൽ ഗുണം ചെയ്തേനെ. ഇന്നലെ RCBക്ക് 172 എന്ന സ്കോർ നേടാൻ ചഹലും കാരണമായിട്ടുണ്ട്. ഈ ബോളിംഗ് കൊണ്ട് ക്ലാസിൻ്റെ മുന്നിൽ ചെല്ലരുതെന്നാണ് ഒരപേക്ഷ. ടീമിനായി ബുദ്ധി ഉപയോഗിച്ച് കളിക്കുക. മൂന്നാമതായി ആവേശ് ഖാൻ. ആദ്യ ഓവറിൽ തന്നെ എതിർ ടീമിന് 17 റൺസാണ് സമ്മാനിച്ചത്. ആകെ 4 ഓവറിൽ 44 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടി എന്നത് ശരിയാണ്. അതിൽ പട്ടീദാറിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയ പന്ത് മനോഹരമായിരുന്നു. പക്ഷേ റൺസ് ധാരാളം വിട്ടു നൽകി വിക്കറ്റ് എടുക്കുന്നത് കൊണ്ട് കാര്യമില്ല. പവർ പ്ലേയിൽ മികച്ച രീതിയിൽ എറിഞ്ഞില്ലെങ്കിൽ ഹെഡും അഭിഷേകും ചേർന്ന ഒരുപക്ഷെ കരിയർ തന്നെ അവസാനിപ്പിച്ചേക്കാം. നാലാമതായി സന്ദീപ് ശർമ്മയുടെ കാര്യമാണ്. ലേലത്തിൽ ആരും വിളിക്കാനില്ലായിരുന്ന താരം രാജസ്ഥാൻ്റെ ഭാഗ്യമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം പരിക്കിൽ നിന്ന് വന്നതിന് ശേഷം മികച്ച പ്രകടനമായിരുന്നു. പക്ഷേ രാജസ്ഥാൻ്റെ തുടർ പരാജയങ്ങൾക്ക് സന്ദീപിൻ്റെ ഫോം ഔട്ടും കാരണമായിട്ടുണ്ട്. രാജസ്ഥാൻ പവർ പ്ലേയിലും ഡെത്ത് ഓവറിലും പ്രതീക്ഷ വയ്ക്കുന്ന താരമാണ് സന്ദീപ് ശർമ്മ. ഇന്നലെ 4 ഓവറിൽ 48 റൺസ് വഴങ്ങി. അത് സന്ദീപിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. SRHനെതിരെ ചെന്നൈ പിച്ച് താരത്തിന് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിക്കാം. അഞ്ചാമത്തെ താരം മറ്റാരുമില്ല, ക്യാപ്റ്റൻ സഞ്ജു സാംസണാണ്. എപ്പോഴും വിമർശിക്കുന്ന പരാതി ആരാധകർക്കുണ്ട്. എന്നാൽ ആ പരാഗ് കാണിക്കുന്ന മെച്യൂരിറ്റിയെങ്കിലും സഞ്ജു കാണിക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ ഒരു സമ്മർദ്ദവും ഇല്ലാതിരുന്ന സമയത്താണ്, പ്രത്യേകിച്ച് RCB ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന സമയത്ത് വെറുതെ വിക്കറ്റ് കളഞ്ഞ് സ്വന്തം ടീമിനെ സമ്മർദ്ദത്തിലാക്കി. സഞ്ജു ഒരല്പം കൂടി ക്ഷമ കാണിച്ച് SRHനെതിരെ കുറഞ്ഞത് 50 റൺസെങ്കിലും നേടണം. അവസാനത്തെ കാര്യം രാജസ്ഥാൻ ടീമിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അതായത് തേർഡ് അമ്പയർ. ഇന്നലെ നിർണായക സമയത്ത് നടന്ന കാര്യമാണ് ടീമിനെതിരായി വന്നത്. കാർത്തികിൻ്റെ LBW കൃത്യമായി അത് ബാറ്റ് പാഡിൽ കൊണ്ടായിരുന്നു സ്നിക്കോ കാണിച്ചിരുന്നത്. പക്ഷേ തേർഡ് അമ്പയർ മാത്രം അത് കണ്ടില്ല. സംഘക്കാരെ ഇതിനെതിരെ പ്രതികരിക്കുന്നത് കണ്ടു. ഇതിപ്പോൾ സ്ഥിരം പരിപാടിയായിരിക്കുകയാണ്.